നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കൂട്ടായ തീരുമാനത്തിലൂടെ എടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല സ്ഥാനാർത്ഥി നിർണയം. എന്നാൽ അൻവറുമായി ആശയവിനിമയം നടത്തുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDF ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിക്കും. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാവരുമായി അതുപോലെ മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വലിയ കാലതാമസമില്ലാതെ ഞങ്ങൾ നടത്തുന്നതാണ്. AICC അതിനുള്ള അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നതാണ്. UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘടകകക്ഷികളുമായി ഒക്കെ ആശയവിനിമയം നടത്തി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നതാണ് എന്ന് അവരെ കൂടി അറിയിച്ചുകൊണ്ട് കാര്യങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ആശങ്കകളില്ല. പൂർണ്ണമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുവരവ് ഉണ്ടാകും. UDF വലിയ വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കിയെടുക്കും.